കൂട്ടുകാരെ, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറയാണ്. രാത്രി 12 മണി, കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ രാഹുൽ തൻ്റെ പഴയ കാറ് എടുത്തിട്ട് വിജനമായ ഹൈവേയിലൂടെ യാത്ര ചെയ്യായിരുന്നു. പെട്ടെന്ന് റോഡിന് നടുവിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവൻ സഡൻ ബ്രേക്ക് ഇട്ടു. നനന്ന് കുതിർന്ന അവൾ പേടിച്ചിരണ്ട അവസ്ഥയിലായിരുന്നു. രാഹുൽ അവളെ കാറിൽ കയറ്റി. എന്താ പറ്റിയത്, എങ്ങോട്ടാ പോകേണ്ടത്, അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ദൂരെയുള്ളൊരു പഴയ ബംഗ്ലാവിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ എത്തിയപ്പോൾ അവൾ നന്ദി പോലും പറയാതെ ഇറങ്ങി ഓടി ബംഗ്ലാവിലേക്ക് കയറിപ്പോയി. കാർ തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് രാഹുൽ ശ്രദ്ധിച്ചത്, അവൾ ഇരുന്ന സീറ്റിൽ ഒരു ചെറിയ ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തിരികെ നൽകാനായി അവൻ ബംഗ്ലാവിലേക്ക് നടന്നു. വാതിൽ പകുതി തുറന്ന നിലയിലായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ രാഹുൽ ഞെട്ടിപ്പോയി. വീടിനുള്ളിലെ ഭിത്തിയിൽ ഒരു വലിയ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നു. അതിലുള്ളത് അല്പം മുമ്പ് തൻ്റെ കൂടെ കാറിൽ വന്ന അതേ പെൺകുട്ടി. പക്ഷേ ആ ഫോട്ടോയ്ക്ക് താഴെ ഒരു റീത്തുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നു, മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. പെട്ടെന്ന് പിന്നിൽ വാതിൽ താനെ അടഞ്ഞു. രാഹുലിൻ്റെ തോളിൽ ഒരു തണുത്ത കൈ അമർന്നു. അവൻ സാവധാനം തിരിഞ്ഞു നോക്കി. പിന്നിൽ ആ പെൺകുട്ടി നിൽക്കുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ഇപ്പോൾ കൽക്കരി പോലെ കറുത്തിട്ടായിരിക്കുന്നു. അവൾ പതുക്കെ മന്ത്രിച്ചു, എൻ്റെ ബാഗ് തിരികെ തന്നതിന് നന്ദി. ഇനി നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ആ തണുത്ത കൈകൾ രാഹുലിൻ്റെ കഴുത്തിന് നേരെ നീണ്ടപ്പോൾ അവൻ പ്രാണഭയത്തോടെ പിന്നിലേക്ക് പാഞ്ഞു. ബാഗ് താഴെയിട്ട് അവൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് പുറത്തുനിന്ന് പൂട്ടിയതുപോലെ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ പെൺകുട്ടി വീണ്ടും സംസാരിച്ചത്. പക്ഷേ ഇത്തവണ അവളുടെ ശബ്ദം മാറിയിരുന്നു. അത് തികച്ചും സാധാരണമായ ഒരു ശബ്ദമായിരുന്നില്ല. ലൈറ്റ് ഇടൂ രാഹുൽ. പെട്ടെന്ന് മുറിയിൽ വെളിച്ചം നിറഞ്ഞു. രാഹുൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ടത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയെയും കൂടെ മറ്റു 3 യുവാക്കളെയുമാണ്. അവർ കയ്യിൽ ക്യാമറകളും റെക്കോർഡിംഗ് ഉപകരണങ്ങളും പിടിച്ചിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രാഹുലിനൊന്നും മനസ്സിലായില്ല. ആ പെൺകുട്ടി തൻ്റെ കഴുത്തിലെ മാലയിൽ ഒളിപ്പിച്ച ചെറിയ മൈക്ക് അവനെ കാണിച്ചു. ഞങ്ങളൊരു ഹൊറർ പ്രാങ്ക് ചാനൽ നടത്തുന്നവരാണ്. ഇന്ന് രാത്രി ഈ വഴി വരുന്ന ആരെങ്കിലും ഞങ്ങളുടെ വലയിൽ കുടുങ്ങുമോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആ ഫോട്ടോയും റീത്തുമൊക്കെ വെറും സെറ്റിംഗ് മാത്രമാണ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ ദേഷ്യത്തോടെയും ആശ്വാസത്തോടെയും ഒരു ദീർഘശ്വാസം വിട്ടു. നിങ്ങളെന്നെ ശരിക്കും കൊല്ലാൻ നോക്കിയതാണോ, അവൻ ചോദിച്ചു. എല്ലാവരും ചേർന്ന് പൊട്ടിച്ചിരിച്ചു. അവർ രാഹുലിനോട് ക്ഷമ ചോദിക്കുകയും ഒരു ചായ കുടിച്ച് പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു. അവർ എല്ലാവരും ചേർന്ന് ആ പഴയ ഡൈനിങ് ടേബിളും ചുറ്റുമിരുന്നു. യഥാർത്ഥ ഭയം സംസാരത്തിനിടയിൽ ക്യാമറമാൻ തൻ്റെ ക്യാമറയിലെ ദൃശ്യങ്ങൾ റിവേഴ്സ് ചെയ്ത് നോക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ വിറക്കുന്ന കൈകളോടെ ക്യാമറ രാഹുൽ